ഹലോ, അപ്പോൾ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സുഖമല്ലേ എല്ലാവർക്കും? എനിക്ക് സുഖമാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പറയാനാണെങ്കിൽ ഒരു ചെറിയ വിശേഷമുണ്ട്. വിശേഷം അല്ല, കയ്യിന്ന് പോയി. അതായത് വിശേഷം എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു കാര്യം, നമ്മളെല്ലാവരും കൂടെ നാളെ പാലക്കാട് പോവാണ്. പാലക്കാട് എന്തിനാ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അനുവേട്ടൻ്റെ ഒക്കെ തറവാട് വരുന്നത് പാലക്കാടാണ്. അപ്പോൾ അവിടുത്തെ തറവാട്ട് അമ്പലത്തിൽ ഉത്സവമാണ്. ഞാൻ ഇന്നേ വരെ ഒരു ഉത്സവത്തിന് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കരുത് ദയവ് ചെയ്ത്. കാരണം ഞാൻ ഇന്നേ വരെ നാട്ടിലുണ്ടാവുന്ന ഉത്സവങ്ങൾ തന്നെ റെയറായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ നാട്ടിലുണ്ടാവുന്ന ഉത്സവത്തിൻ്റെ അപ്പുറത്തേക്ക്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് വിട്ടിട്ട് മറ്റൊരു ഉത്സവം ഞാൻ കണ്ടിട്ടില്ല, ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ റിസ്ക് എടുത്ത് ഒരു ഉത്സവം കാണാൻ പോകാറില്ല. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ഇതായതുകൊണ്ടായിരിക്കാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ നാളെ ലീവ് എടുത്തുകൊണ്ട് ഉത്സവം കാണാൻ വേണ്ടി വരികയാണ്. നമ്മളൊരു 12 പേരടങ്ങുന്ന ഗ്യാങ്ങാണ് ഉത്സവം കാണാൻ വേണ്ടി പോകുന്നത്. നാളെ അതിരാവിലെ എണീറ്റ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കേണ്ടി വരും. കഷ്ടപ്പാടാണ്, പക്ഷേ നല്ലൊരു കാര്യത്തിനാണല്ലോ എന്നാലോചിക്കുമ്പോൾ കൂടുതൽ സന്തോഷം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ഭയങ്കരമായിട്ടുള്ള അമ്പലങ്ങളിൽ പോവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ശീലിക്കാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര റെയറായിട്ട് എനിക്ക് കിട്ടുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസാണ്. വീട്ടുകാർ കൊണ്ടുപോകാറില്ല, അങ്ങനെയല്ല. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ആകെ ഒരു അമ്പലമേ ഉള്ളൂ. അവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് ഉത്സവങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആ നാട്ടിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ മറ്റൊരു ഉത്സവം കാണാൻ പോവാന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ് ആണെന്നതിൽ കാണുന്നുണ്ടല്ലേ? അത്രയ്ക്കൊന്നുമില്ല, വെറുതെ ചുമ്മാ. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഈ ഒരു ട്രാവലിൽ നമ്മളെ കൂടെ എല്ലാവരും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും സ്വാഗതം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ ഇത്രത്തോളം എക്സൈറ്റഡ് ആയതിന് വലിയ ഗുണമുണ്ടോ എന്നൊക്കെ നമുക്ക് പോയിട്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ എല്ലാവരും അങ്ങനെ പോവും. അത് ഇതൊക്കെ ഞാൻ പറയണം. ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ വളരെ റിസ്ക് എടുത്ത് വണ്ടിയൊക്കെ വിളിച്ച് അവരുടെ ആ ഒരു തറവാട്ടിലെ ഉത്സവം കാണാൻ വേണ്ടി പോകുന്നത്. നല്ലതല്ലേ? അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ ആയി ഞാൻ വീട്ടിലിരുന്ന് മടുത്തിരിക്കണം. എനിക്ക് ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചാടണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഈ ഒരു കാര്യം എൻ്റെ കയ്യിൽ വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ഇങ്ങോട്ട് വേഗം പോരുക ചെയ്തിട്ടുണ്ടായി. നമുക്ക് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു നോക്കാം എല്ലായിടത്തും. എന്തിനാ നമ്മൾ പോകണം എന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ഓക്കെ. തുലാം 1-ാം തീയതി ആണെങ്കിലും അന്ന് അവിടെ പാലിക്കൻ്റെ എന്നുള്ളതും ഉത്സവമായിട്ട് നടക്കും. പിന്നെ അവർ ആ ഉച്ച കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ പാട്ടിനിരിക്കും. അതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് പോരണം. അങ്ങനെയാണ്. അവിടെ എല്ലാ വർഷവും നമ്മൾ അവിടെ എത്തി പോകാറുണ്ട്. എല്ലാ വർഷവും പോകണം, അവിടെ എത്തണം. നമ്മളവിടെ എത്തിയ അങ്ങായതുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ എത്തണം എന്നാണ് അതാണ് അവിടുത്തെ ഇത്. ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്തിനാണ് പോണത് എന്നുള്ളത്? എനിക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അതായത് നമ്മൾ അങ്ങോട്ട് പോകണം എന്നുള്ളത് നിർബന്ധമാണെന്നല്ല, പക്ഷെ നമ്മളതൊരു അങ്ങോട്ട് പോയാൽ നല്ലതാണെന്നാണ് അമ്മ പറയുന്നത്. നമ്മൾ അവരുടെ 30 ദിവസത്തെ ഒരു ഉത്സവമാണ്. അതിലേറ്റവും അവസാന ദിവസം എന്നാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ വർഷവും പോകാറുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ എന്താണ് അവിടെ എന്നുള്ളതൊക്കെ നാളത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഇനിയിപ്പോൾ വേഗം പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ, ടാറ്റാ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നേരത്തെ എണീറ്റ് ഞാനും മനോട്ടനും സെയിം പച്ച ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി. രാവിലെ തന്നെ നേരം എടുക്കാണല്ലോ ഈശ്വര, കലികാലം. യാത്ര വളരെ സുഖകരമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. ഒരു 6:30 ആയപ്പോഴേക്കും തന്നെ എത്തി. അപ്പോഴേക്കും പരിപാടികൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ കുറച്ച് നേരം അവിടുത്തെ ബന്ധു വീട്ടിലൊക്കെ പോയി നമ്മൾ അവിടെ നിന്നായിരുന്നു നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. രാവിലെയും ഉച്ചയ്ക്കൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ. അടുത്ത പരിപാടികളൊക്കെ തുടങ്ങുമ്പോഴേക്കും നമ്മൾ അവിടുത്തെ പരിസരവും അവിടുത്തെ നാട് നല്ല രസമുള്ള നാടാണല്ലോ, അതൊക്കെ കണ്ടിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൽ നടന്നു. നമ്മളിപ്പോൾ ഭയങ്കര അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പാലക്കാടാണ് നമ്മളിപ്പോൾ ഉള്ളത്. പാലക്കാടിന് പൊതുവേ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രയും രസമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മളിവിടെ കുറച്ചധികം നേരത്തെ എത്തി. പരിപാടീസൊക്കെ തുടങ്ങുന്നതിന് ഉച്ച കഴിഞ്ഞതോടെ അവിടുത്തെ റിലേറ്റീവ്സിനോടൊക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞ് തിരിച്ചു. പാലക്കാടിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. ഈ ഒരു മനോഹരമായ സ്ഥലത്ത് നിന്നും ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത്. അത് വഴിയെ കാണാം.